10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷം 1960. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ്. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് സംവേദകങ്ങൾ. സംവേദകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ക്യാമറ, സ്കാനർ എന്നിവ. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന ഏത് തരം വികിരണങ്ങളെയാണ് സംവേദകങ്ങൾ പകർത്തുന്നത്? വൈദ്യുത കാന്തിക വികിരണങ്ങളെ. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം അറിയപ്പെടുന്നത് പ്ലാറ്റ്ഫോം. അപ്പോൾ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതി ഏതാണ്? വിദൂര സംവേദനം. ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ എത്രയായി തരംതിരിക്കാം? 2ആയി തരംതിരിക്കാം. അവ ഏതൊക്കെയാണ്? പരോക്ഷ വിദൂര സംവേദനവും പ്രത്യക്ഷ വിദൂര സംവേദനവും. ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ പരോക്ഷ വിദൂര സംവേദനമെന്നും പ്രത്യക്ഷ വിദൂര സംവേദനമെന്നും 2ആയി തരംതിരിക്കാം. സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം അറിയപ്പെടുന്നത് പരോക്ഷ വിദൂര സംവേദനം. സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം അറിയപ്പെടുന്നത് പ്രത്യക്ഷ വിദൂര സംവേദനം. സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ 3ആയി തിരിക്കാം. അവ ഏതൊക്കെയാണ്? ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ട് 3ആയി തിരിക്കാം. അവ ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോൾ ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ് പരോക്ഷ വിദൂര സംവേദനവും പ്രത്യക്ഷ വിദൂര സംവേദനവും. പരോക്ഷ വിദൂര സംവേദനത്തിൽ സൂര്യനാണ് പ്രകാശമായി ഉപയോഗിക്കുന്നത്. പ്രത്യക്ഷത്തിൽ കൃത്രിമമായി നിർമ്മിച്ച പ്രകാശമാണ് ഉപയോഗിക്കുന്നത്. ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വിദൂര സംവേദനത്തിൽ 3 അതേതൊക്കെയാണ്? ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തിൽ നിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാനതല വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം 60% ഭാഗം പകർത്തിയെടുക്കുന്നത് അറിയപ്പെടുന്നത് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ്. അപ്പോൾ
ആകാശീയ വിദൂര സംവേദനത്തിൽ എന്താണ് പ്രത്യേകത? തൊട്ട് മുൻപ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം 60% ഭാഗം കൂടി വീണ്ടും ചിത്രീകരിക്കും. ഇതിനെയാണ് ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓവർലാപ്പോടുകൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റീരിയോപെയർ. ഓവർലാപ്പോടുകൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഒരു സ്റ്റീരിയോപെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യം അറിയപ്പെടുന്നത് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ. ഇപ്പോൾ ആകാശീയ വിദൂര സംവേദനത്തിൽ വളരെ വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നതെന്ന് പറഞ്ഞു. ആകാശീയ വിദൂര സംവേദനത്തിൽ വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല. ധരാതലീയ ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ആകാശീയ ചിത്രങ്ങളാണ് ധരാതലീയ ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. എന്താണ് ധരാതലീയ ചിത്രങ്ങൾ? നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ ധരാതലീയ ഭൂപടത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ധരാതലീയ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആകാശീയ ചിത്രങ്ങളാണ്. ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസികളാണ് ഇന്ത്യൻ വ്യോമസേന, എയ്റോസ്പേസ് കമ്പനി കൊൽക്കത്ത, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ. ഏതൊക്കെയാണ്? ഇന്ത്യൻ വ്യോമസേന, എയ്റോസ്പേസ് കമ്പനി കൊൽക്കത്ത, എയ്റോസ്പേസ് കമ്പനി കൊൽക്കത്ത, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ. ഉപഗ്രഹ വിദൂര സംവേദനങ്ങളെ രണ്ടായി തരംതിരിക്കാം. അവ ഏതൊക്കെയാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും. ഉപഗ്രഹ വിദൂര സംവേദനത്തെ രണ്ടായി തരംതിരിക്കാം: ഭൂസ്ഥിര ഉപഗ്രഹവും സൗരസ്ഥിര ഉപഗ്രഹവും. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം? 36,000 കിലോമീറ്റർ. ഭൂമിയുടെ എത്ര ഭാഗമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നത്? ഭൂമിയുടെ 1/3 ഭാഗം. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ 3ആയി തിരിക്കാമെന്ന് പറഞ്ഞു. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. അതിൽ ഭൂതല ഛായാഗ്രഹണത്തിൽ ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ്. ആകാശീയ വിദൂര സംവേദനത്തിൽ എങ്ങനെയാണ്? വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെയാണ് ചിത്രങ്ങൾ പകർത്തുന്നത്. ഉപഗ്രഹ വിദൂര സംവേദനത്തിലാണെന്നുണ്ടെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴിയാണ്. ഇനി ഉപഗ്രഹ വിദൂര സംവേദനത്തെ രണ്ടായി തിരിക്കാം. അവയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്നവയാണ്. അവ എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം. ഇനി ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധി എത്രയാണ്? ഭൂമിയുടെ 1/3 ഭാഗമാണ്. ഭൂമിയുടെ എത്ര ഭാഗമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധി? ഭൂമിയുടെ 1/3 ഭാഗം. ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ.
വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇന്ത്യയുടെ ഇൻസാറ്റ് ഏത് തരം ഉപഗ്രഹത്തിന് ഉദാഹരണമാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക്. ഭൂസ്ഥിര ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇൻസാറ്റ്. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം ചെയ്യുന്ന കൃത്രിമോപഗ്രഹങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം? 900 കിലോമീറ്റർ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ളത്. അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ 1/3 ഭാഗം ചിത്രീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധി എന്ന് പറയുന്നത് ഭൂമിയുടെ 1/3 ഭാഗമാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ നിരീക്ഷണ പരിധി കുറവാണ്. കൃത്രിമ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് IRSഉം ലാൻഡ്സാറ്റും. ഭൂസ്ഥിര ഉപഗ്രഹത്തിന് ഉദാഹരണം ഏതാണ്? ഇൻസാറ്റാണ്. സൗരസ്ഥിര ഉപഗ്രഹത്തിന് ഉദാഹരണമാണ് IRSഉം ലാൻഡ്സാറ്റും. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ആണ് ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പമാണ് ആ സെൻസറിൻ്റെ സ്പെഷ്യൽ റെസല്യൂഷൻ. എന്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് ഉപഗ്രഹ ചിത്രങ്ങളുടെ വ്യക്തതയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? റെസല്യൂഷനിലുള്ള വ്യത്യാസത്തിനനുസരിച്ച്. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ച വർഷം 1924. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഫോട്ടോ ഇൻ്റർപ്രിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായ വർഷം 1966. ഫോട്ടോ ഇൻ്റർപ്രിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ്. ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ച വർഷം 1970. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷം 1960. ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചത് 1970. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചത് 1924. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഫോട്ടോ ഇൻ്റർപ്രിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായത് 1966. ഫോട്ടോ ഇൻ്റർപ്രിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ്. ബഹിരാകാശ സാങ്കേതികവിദ്യ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ സദാ വ്യാപൃതരായിരിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അഥവാ ISRO, ബഹിരാകാശ വകുപ്പ്, സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എന്നിവ. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണ ചുമതല വഹിക്കുന്നത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ NRSC. NRSCയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഒരു പ്രദേശത്തിൻ്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ
പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായ അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന വിശകലനമാണ് ഓവർലേ വിശകലനം. സർക്കാർ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എത്രമാത്രം ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നും എത്ര പേർ ഭവനരഹിതമാകുമെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ആവൃത്തി വിശകലനം. ഭൂപടങ്ങളിലെ രേഖീയ സവിശേഷതകളെ മാത്രം വിശകലനത്തിന് വിധേയമാക്കുന്ന വിശകലനമാണ് ശൃംഖലാ വിശകലനം. റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയവ രേഖീയ സവിശേഷതകളാണ്. അപ്പോൾ റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയ രേഖീയ സവിശേഷതകളെ മാത്രം വിശകലനത്തിന് വിധേയമാക്കുന്ന വിശകലനമാണ് ഇത് ശൃംഖലാ വിശകലനം. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്താവുന്നതും തിരക്ക് കുറഞ്ഞതുമായ വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്നതുമായ വിശകലനമാണ് ശൃംഖലാ വിശകലനം. ഇപ്പോൾ ഭൂവിവര വ്യവസ്ഥയുടെ വിശകലന സാധ്യതകൾ ഏതൊക്കെയാണ്? ഓവർലേ വിശകലനം, ആവൃത്തി വിശകലനം, ശൃംഖലാ വിശകലനം. ഏതൊക്കെയാണ്? ഓവർലേ വിശകലനം, ആവൃത്തി വിശകലനം, ശൃംഖലാ വിശകലനം. ഓവർലേ വിശകലനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായ അവയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനാണ് ഓവർലേ വിശകലനം. ആവൃത്തി വിശകലനത്തിൽ സർക്കാർ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എത്രമാത്രം ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നും എത്ര പേർ ഭവനരഹിതമാകുമെന്നൊക്കെ മനസ്സിലാക്കാനാണ് ആവൃത്തി വിശകലനം. ശൃംഖലാ വിശകലനം എന്തിനു വേണ്ടിയുള്ളതാണ്? ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രം വിശകലനത്തിന് വിധേയമാക്കുന്ന വിശകലനമാണ് ശൃംഖലാ വിശകലനം. ഏതാണ് ഭൂപടത്തിലെ രേഖീയ സവിശേഷതകൾ? റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയവയാണ് ഭൂപടത്തിലെ രേഖീയ സവിശേഷതകൾ. ഭൗമോപരിതലത്തിലെ വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ, രേഖാംശ, സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. ഗതിനിർണയ സംവിധാനമായ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം അഥവാ GPS ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ്? അമേരിക്ക. ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാലാണ് GPS അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം തുടങ്ങിയ വിവരങ്ങൾ കൃത്യതയോടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത്? GPS-ന് കൃത്യതയോടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത് 4. എത്ര ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് GPS സ്ഥാനനിർണ്ണയം നടത്തുന്നത്? 24. എത്രയാണ്? 24. ഏറ്റവും കുറഞ്ഞത് 4 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ GPS-ന് സ്ഥാനനിർണ്ണയം നടത്താൻ പറ്റുകയുള്ളൂ. 24 ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് GPS സ്ഥാനനിർണ്ണയം നടത്തുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 20,000 മുതൽ 20,200 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി 24 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയുടെ സഹായത്തോടെയാണ് GPS സ്ഥാനനിർണ്ണയം നടത്തുന്നത്. അതിൽ ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാലാണ് GPS-ന് അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി പ്രദർശിപ്പിക്കാൻ കഴിയുന്നത്. എന്തിനു വേണ്ടിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ GPS സംവിധാനം ആരംഭിച്ചത്? സൈനിക ആവശ്യങ്ങൾക്ക്. GPS സംവിധാനം പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയ വർഷം 1980. GPS-ന് സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ IRNSS. സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണം എന്ന ആവശ്യത്തിലേക്കായി ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. ഭുവൻ പ്രവർത്തനം ആരംഭിച്ചത് 2009. ഏത് ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങളാണ് ഭുവനിൽ വിവരശേഖരണത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്? IRS. ഭുവനിലൂടെ ലഭ്യമാവുന്ന ഭൗമോപരിതല ചിത്രത്തിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ എത്രയാണ്? 10 മീറ്റർ.
രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിവയെക്കുറിച്ചും ഭൂസ്ഥിര വികസനത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചും കുട്ടികളിൽ അവബോധം വളർത്തുന്നതിനായുള്ള ഉപഗ്രഹാധിഷ്ഠിത ലേണിംഗ് സംവിധാനമാണ് സ്കൂൾ ഭുവൻ. ഏതൊക്കെ സ്ഥാപനങ്ങളുടെ സംയുക്ത സംരംഭമാണ് സ്കൂൾ ഭുവൻ? ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി അഥവാ NCERTയുടെയും ISROയുടെയും സംയുക്ത സംരംഭമാണ് സ്കൂൾ ഭുവൻ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അതിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് അതിൽ നിന്നുമാണ്. താങ്ക് യു.